ഹായ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ ഒരു ഫേസ്ബുക്കിൽ അങ്ങനെ അധികം ആക്റ്റീവ് അല്ല. കാരണം എനിക്ക് ഫേസ്ബുക്കിൽ ചെറിയൊരു പണി കിട്ടിക്കിടക്കുകയാണ്. അവരെന്തോ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ 2-3 വീഡിയോസിനും ഫോട്ടോസിനും കണ്ട് ഞാൻ എന്തോ ചെയ്തിട്ട് ആകെ ഇതായിട്ട് കിടക്കാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനിടുന്ന വീഡിയോസിന് റീച്ചും കിട്ടൂല. റീച്ച് എന്നല്ല, ഒരു വ്യൂസും കുറവായിരിക്കും, പിന്നെ ക്യാഷും കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് പനിയൊക്കെ ആയിരുന്നു, പിന്നെ സൗണ്ട് പോയായിരുന്നു, പിന്നെ അങ്ങനെ പിന്നെ തിരക്കിലായിരുന്നു. അപ്പോൾ അതാണ് കാരണം. ഓക്കെ, അപ്പോൾ ഇനി സ്റ്റോറിയിലേക്ക് കിടക്കാം. എനിക്കൊരു മാരുതി 800 ഉണ്ട്, കാറ്, മാരുതി 800. അപ്പോൾ അതിങ്ങനെ ഞാൻ ഓൾറെഡി എന്താ പറയുക, വണ്ടി ഇങ്ങനെ പണിയും, ചിലപ്പോൾ അലോയി മാറ്റും, കളറ് ചേഞ്ച് ചെയ്യും, സ്റ്റീരിയോ അങ്ങനെയെല്ലാം മാറ്റും. നമ്മുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാണുന്ന എല്ലാവരും പറയും ഇങ്ങനെ, നീ എന്തിനാ, നിനക്ക് പ്രാന്ത് വല്ലതും ഉണ്ടോ, ഈ വണ്ടി ഇങ്ങനെ നിനക്ക് കാശ് കൊടുക്കണം എന്തിനാ, ആ നേരം കൊണ്ട് ഒരു പുതിയ കാർ മേടിക്കാൻ പാടില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് എന്നെ കാണുന്ന എല്ലാവരും പറയുന്ന ഒരു മെയിൻ ഒരു ചോദ്യമാണത്. അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടി വേണ്ടിയുള്ളൊരു വീഡിയോ ചെയ്ത് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചോദ്യം തൊട്ട് ഇഷ്ടമുള്ള കാര്യമാണ്. അതായത് ഒരാളുടെ ഇഷ്ടമാണല്ലോ അവനെ ഏത് വണ്ടി ഓടിക്കണം, ഏത് ഡ്രസ്സ് ധരിക്കണം, അതൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്നേഹം എന്നോട് ഈ ചോദിക്കുന്ന ആൾക്കാർക്ക്. എന്ന് വെച്ചാൽ എൻ്റെ ക്യാഷ് പോകുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക്. ചിലപ്പോൾ അത് ഇഷ്ടം കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇതുപോലെ നമ്മുടെ ഒരു വീടിൻ്റെ അടുത്തുള്ള ഒരു പുള്ളിയാണ്. പുള്ളി എപ്പോഴും കാണുമ്പോൾ ഇത് തന്നെ പിള്ള പരിപാടി. എന്തിനാണ് നീ ഇങ്ങനെ, പുള്ളി കളിയാക്കും. എന്ന് വെച്ചാൽ ഞാനിതുപോലെ എൻ്റെ ഒരു വണ്ടി പണിക്കേറ്റി 1 ലക്ഷം രൂപയുടെ അടുത്തെങ്ങാണ്ട് മൊത്തം ചിലവ് വന്നു എനിക്ക്. അപ്പോൾ ആ വണ്ടി പണത് ഇറക്കിയതിൻ്റെ 1 ലക്ഷം രൂപ കൊടുത്തു. പക്ഷെ അതിൻ്റെ ഒരു വാല്യൂ വണ്ടിക്കില്ല. അവർ ചെയ്തതിൻ്റെ എന്താ പറയുക, ആ ഒരു വണ്ടിക്കില്ല. ഒരു 10,000 രൂപയുടെ ഒരു പണിയാണ് അവർ വണ്ടിക്ക് എടുത്തിട്ടുള്ളൂ. ഒരു കൂടിപ്പോയി 20 രൂപയുടെ പണിയാണ് ചെയ്തിട്ടുള്ളൂ. 20 പറയാൻ പറ്റില്ല, 15 രൂപ അത്രേ ഉള്ളൂ. അപ്പോൾ എന്നെ പുള്ളി പറ്റിച്ചു, ഈ പറഞ്ഞ പണിക്കാരൻ. ഈ വണ്ടി ചെയ്ത ഒരു കാക്കനാടുള്ള ഷോപ്പാണ്. അപ്പോൾ ഇവനാണെങ്കിൽ എന്നെ കാണുമ്പോഴും എപ്പോഴും പുള്ളിക്ക് ഇതിൻ്റെ സംസാരമുള്ളൂ. നീ എന്തിനാ, നീ പൊട്ടനാന്നൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിതുപോലെ ഒരു ദിവസം പുള്ളി ഇതുപോലെ ഇങ്ങനെ വീണ്ടും സംസാരിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, നിനക്കെന്താ, ഞാൻ നിൻ്റെ ഒന്ന് ക്യാഷ് മേടിച്ചു കൊടുക്കുന്നില്ലല്ലോ. അതായത് പുള്ളിയുടെ നീ ക്യാഷൊന്നും മേടിച്ചിട്ടില്ലല്ലോ, പിന്നെ നിനക്ക് ഇത്ര വിഷമം എന്താ? എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഞാൻ ചെയ്യുന്നു, നിൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പുള്ളി ഇതുപോലെ ഭയങ്കര നീ ഇങ്ങനെയാണ് കാശ് ഉണ്ടാക്കിയ, സ്വർണം വിറ്റല്ലേ എന്നൊക്കെ പറയണം. ഇപ്പോൾ സ്വർണം ഓൾറെഡി അതിന് പല ആവശ്യങ്ങളാണ്. ചിലർ സ്വർണം ഇടുന്നു, ചിലർ പണയം വയ്ക്കുന്നു, വിൽക്കുന്നു. അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, മനസ്സിലാവണ്ടോ. പുള്ളി എൻ്റെ ഫാമിലി അല്ല, എൻ്റെ ആരുമില്ല, ഇതിൻ്റെ അടുത്തുള്ളൊരു ആള്, ഇത്രേ ഉള്ളൂ. അപ്പോൾ പുള്ളി ഇതുപോലെ ഈ പറഞ്ഞ ആൾ എൻ്റെ അടുത്ത് കടം മേടിക്കലുണ്ട്. പറഞ്ഞാൽ മനസ്സിലാവണ്ടോ. ഇവൻ എൻ്റെ അടുത്ത് കടം മേടിക്കും, 1 മാസം ഗ്യാപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്കലുണ്ട്. ഞാൻ ഇപ്പോൾ കൊടുത്തിട്ട് വേണമില്ല, ഇവൻ്റെ വർത്താനം ചെയ്യുന്ന ടൈമിൽ നമുക്ക് പിടിക്കില്ല. എങ്ങാണ്ട് എന്തോ നമ്മളെങ്ങാണ്ട് കട്ട് കൊണ്ടുപോയിട്ട്, അതായത് ഏതെങ്കിലും ബാങ്കിൽ നിന്നോ അതിൽ വീടുകളിൽ നിന്ന് കട്ടെടുത്ത് കൊണ്ടുപോയിട്ട് ചെയ്യുന്ന രീതിയിൽ പുള്ളിയുടെ സംസാരം മനസ്സിലാവണ്ടോ. ഇവൻ്റെ ഒരു 10 പൈസ മേടിച്ചിട്ടുമില്ല, മേടിക്കാണ് ചെയ്തേങ്ങനെ. അപ്പോൾ ഞാൻ പുള്ളിക്ക് പൈസ കൊടുക്കും. ഇതുപോലെ 1 മാസം ഗ്യാപ്പിന് പുള്ളി തരൂല, ചിലപ്പോൾ അങ്ങോട്ട് വിളിച്ചാൽ പൈസ തരുള്ളൂ. ഇപ്പോൾ പൈസ തരാനൊന്നുമില്ല, തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കാണുന്ന വെച്ചാൽ ഇവർക്ക് വലിയ ചില നാട്ടിൽ ചില ആൾക്കാരുണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വലിയ ക്യാഷുള്ള ടീമൊന്നുമില്ല, ഒരു പാവപ്പെട്ടൊരു ഫാമിലിയിൽ വളർന്ന് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറയാം, ഇപ്പം ഞാൻ ചിലപ്പോൾ ഈ പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം ഞാൻ എന്താ പറയുക, പണിയെടുക്കുന്ന ക്യാഷ് ഇതുപോലെ ചിലപ്പോൾ വണ്ടിയിലിട്ട് മുടക്കും, ഈ പറഞ്ഞ രീതിയിൽ ചെയ്യും. ഇതിപ്പോൾ ഞാൻ ആ ക്യാഷ് എടുത്തു കൊണ്ടുപോയിട്ട് കള്ള് കുടിച്ചിട്ട് മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നില്ല, മനസ്സിലാവണ്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ചിലവർക്ക് ആ സംഭവം ഇഷ്ടപ്പെടുന്നില്ല, ഒരു കുരു. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇപ്പം ഞാൻ വളർന്നൊരു സാഹചര്യം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലാണ്. എനിക്കൊന്നും കാറും എൻ്റെ വീട്ടിലും ബൈക്ക് പോലും ഉണ്ടായില്ല, ഒരു സൈക്കിൾ മാത്രമേ ഉണ്ടായുള്ളൂ എനിക്ക്. അതിൻ്റെ ഒരു മാമ മേടിച്ചു തന്നോ, മനസ്സിലാവണ്ടോ. അപ്പോൾ ഈ വളരെ താഴെ തട്ടിൽ കിടന്ന് വളർന്നു വരുന്നവരൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് ക്യാഷ് ആകുമോ, അല്ലെങ്കിൽ ജോലി എടുത്ത് ആ ഒരു എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടായ ഈ പറഞ്ഞ ആളുകൾക്ക് ഭയങ്കര കണ്ണിക്കടിയാണ്, സീരിയസ് ആയിട്ടും. ചിലപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ
നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്നവർ, കാണാൻ ആഗ്രഹമുള്ളവർ കണ്ട് ക്ഷമിച്ച് കേൾക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഫോൺ മേടിച്ചാൽ തന്നെ നീ എന്തിനാണ് ഈ ഫോൺ മേടിക്കണേ, മനസ്സിലാവുണ്ടോ? ചിലവരെങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ആഗ്രഹമാണല്ലോ, നമ്മളപ്പോൾ കൈ ക്യാഷ് കൊണ്ട് കള്ളു കുടിക്കുകയോ അല്ലെങ്കിൽ വേറെ പരിപാടി ചെയ്യണമെന്നില്ല, മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ നമ്മളെപ്പോലുള്ള ഒരു പാവപ്പെട്ട ഏതെങ്കിലും ഫാമിലിയിൽ പെട്ടെന്ന് എങ്ങനെ ക്യാഷോ, അതായത് ഏത് രീതിയിലും വരാം, എന്ത് ചെയ്താൽ ചിലപ്പോൾ അവർക്കൊന്നും പിടിക്കൂല. അപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഒരാള് ജനിച്ചു വളർന്നു ആ ഒരു രീതിയിൽ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു പാവപ്പെട്ട വീടാണെങ്കിൽ, ഒരു ഫാമിലി ആണെങ്കിൽ, അവർ ജീവിതകാലം മൊത്തം ഒരു ഫാമിലി മരിക്കുന്നവരെ ആ ഒരു ലെവലിൽ കിടക്കണം. അപ്പൊ ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക്, മനസ്സിലാവണ്ടോ? ഭയങ്കര സ്നേഹം. അപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും ക്യാഷോ അല്ലെങ്കിൽ കാറോ ബൈക്കോ എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം, അപ്പൊ താഴത്തെ ആ ഒരു പഴയ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഉയർച്ച ഉണ്ടാവും. ഈ ഉയർച്ച ഒന്നും ചിലർക്ക് ഇഷ്ടമല്ല. അതിപ്പോ എല്ലാ നാട്ടിലും ഉണ്ടാവും. ഇപ്പൊ എന്റെ നാട്ടിലെല്ലാവരും അങ്ങനത്തെ ആൾക്കാരെന്ന് പറയണില്ല. ചിലവര് ഒരു 88% ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണ്, കണ്ണിക്കടി ഉള്ള ആൾക്കാർ. സീരിയസ് ആയിട്ടും ഇല്ലാത്തത് പറയാം. നമ്മുടെ വീട്ടിലൊക്കെ ഏതെങ്കിലും കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് നിന്ന മറ്റേ കട്ടൻ പൊക്കി നോക്കാം, ആരെ വന്നേക്കണേ എന്നൊക്കെ ഒരു സംഭവം ഉണ്ട്. അത് വേറെ സ്റ്റോറി പിന്നെ പറയാം. അത് കുറെ സ്റ്റോറി എന്തെങ്കിലും ഉണ്ട്, ഓരോ ദിവസം ഇങ്ങനെ സ്റ്റോറി ഇടുന്നതായിരിക്കും. വേറെ നോട്ട് ദ പോയിന്റ്. ഓക്കെ, ഇത് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവരെന്തൊക്കെ ഇങ്ങനെ പറയുന്നു അന്നൊക്കെ എന്റെ വണ്ടി കംപ്ലൈന്റ് ആവും. അല്ല, ഉദാഹരണം വെച്ചാൽ എന്തൊരു കാരണമൊക്കെ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റും. അപ്പോൾ ഇവരെ ചോദ്യത ആ വണ്ടി കൊണ്ട് പാട്ട വിലക്ക് തൂക്കി വിൽക്കടാ, എന്നിട്ട് വേറെ കാറ് മേടിക്കും, വേറെ പുതിയ കാറ് മേടിക്കാനാണ് പറയുന്നത്. അത് അവരിഷ്ടം പറയുന്ന. എന്റെ ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് പഴയ വണ്ടിയായിട്ട് പോകാം. ചിലപ്പോൾ കംപ്ലൈന്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ വയസ്സാകുമ്പോൾ നമുക്ക് ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളും അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, മനസ്സിലാവുണ്ടോ? അപ്പൊ എന്റെ ഈ കാർ എന്ന് വെച്ചാൽ ഒരു പഴയ കാർ, 1996 കാറാണ്. അപ്പൊ അതിൻ്റെതായ ഒരു പണികളൊക്കെ ഉണ്ടാവും. ഞാൻ എന്താ പറയാ, പൈസ നോക്കാറില്ല സീരിയസ് ആയിട്ടും. ചിലപ്പോൾ ഞാൻ എന്താ പറയാ, അതായത് ഈ കാറിന് വേണ്ടി ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് എന്താ ചില അങ്ങനെ മൈൻഡുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് വണ്ടി ഓക്കെ ആകാം, ആ ഒരു സെറ്റപ്പ് അത്രേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ചിലർ നോക്കും, നമ്മൾ കാറായിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് കുറെ ആൾക്കാർ കടയിലിരുന്ന് നോക്കുന്നതിന് അങ്ങനെ ചിരിക്കുക. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പൊ ഞാൻ ആ കാറ് മേടിച്ചെന്ന് വെച്ചാൽ ഒരു നിസ്സാര ക്യാഷാ വണ്ടിക്കുള്ളൂ. അപ്പൊ നമ്മളിതുപോലെ എന്തെങ്കിലും മോഡി പിടിപ്പിക്കുന്ന വെച്ചാൽ ടയർ മാറ്റാം, അല്ലെങ്കിൽ അലോയ് വീൽ മാറ്റാം, അത് നമ്മുടെ ഇഷ്ടങ്ങളാണ്. ഇതുപോലെ ഈ പറഞ്ഞ നോക്കുന്ന ആൾക്കാർ വീട്ടിൽ പോയിട്ട് ഒരു 2000 രൂപ കടന്നു വരുമോ ചേട്ടാ, അല്ലെങ്കിൽ ഇക്ക അപ്പച്ച എന്നൊക്കെ ചോദിക്കൊന്നുമില്ല. നമ്മൾ പണിയെടുക്കുന്നു, പണിയെടുക്കാൻ ആരോഗ്യമുള്ളിടത്തോളം അത് പണിയെടുത്ത് ചോദിക്കും, അത്രേ ഉള്ളൂ, മനസ്സിലാവണ്ടോ? അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ നമ്മളിപ്പോൾ ഒരു ഇപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ പെട്ടെന്ന് പൊട്ടിപ്പാളീസായി പോയാണല്ലോ, പിന്നെ ഇവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. സത്യം പറഞ്ഞ ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ എന്റെ രീതിയിൽ ഇപ്പൊ ഒരാള്, ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഏതെങ്കിലും, എനിക്കങ്ങനെ വലിയ ഫ്രണ്ടൊന്നുമില്ല, അത്യാവശ്യം 2 വിരലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ, നല്ലവരുള്ളൂ, ബാക്കിയെല്ലാം എന്താ പറയാ സെറ്റപ്പ്. അപ്പൊ ചിലവർ ഇപ്പൊ എന്റെ ഒരു എന്റെ ഫ്രണ്ട്സോ അങ്ങനെ വല്ലവർക്ക് വല്ല മേടിച്ചാ ഞാൻ അഭിപ്രായം പറയാൻ പോകുന്നില്ല, അത് അവരിഷ്ടമാണ്, മനസ്സിലാവണ്ടോ? വല്ല കള്ളും കുടിച്ച് വേറെ വല്ല രീതിയിൽ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കും. അളി എന്തിനാ ചെയ്യണം തെറ്റല്ലേ എന്ന് പറയും. അത് പറയണം. അപ്പൊ ആരാ ഞാൻ പറയും, ഞാൻ ഫ്രണ്ടല്ല, ഇപ്പൊ വേറെ ഏതെങ്കിലും ഇപ്പൊ അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയില്ല, ചെയ്യുന്നത് തെറ്റാണ്. വണ്ടിയിലായിട്ട് ഇങ്ങനെ ക്യാഷ് മുടക്കുന്ന ഒരേ ഹോബിയാണ്, മനസ്സിലാവുണ്ടോ? ഇതിപ്പോ ആ ദൂഷ്യമൊന്നുമില്ല. ഇപ്പൊ ചിലർ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ, നീ ഈ വണ്ടി ഇനി പിന്നീട് എന്തെങ്കിലും കാരണവശാൽ ഈ വണ്ടി കൊടുക്കുകയാണെങ്കിൽ പൈസ കിട്ടൂല. അപ്പൊ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു പനി വന്നു, ഹോസ്പിറ്റലിൽ പോയി ക്യാഷ് പോകണം, ക്യാഷ് കൊണ്ടേ കൊടുക്കുന്നു, നമുക്ക് നമ്മുടെ ലൈഫ് എന്നല്ല, മീൻസ് ആരോഗ്യം തിരിച്ചു കിട്ടുന്നു, പനി മാറി ആ ഒരു സെറ്റപ്പ് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വണ്ടിയായിട്ട് വർഷോപ്പ്, ചിലപ്പോൾ ചില വർഷോപ്പുമാർ എന്താ പറയാ ഇരട്ടി പൈസ മേടിക്കുന്നവരുണ്ട്. അതൊക്കെ അവരുടെ പണിയുടേതാണ്, മനസ്സിലാവണ്ടോ? ചിലവർ കണ്ടമാനം കാശ് മേടിക്കുന്നു. ഇപ്പൊ എന്റെ വണ്ടി ഇതുപോലെ പണിക്ക് കയറ്റിയിട്ട് 1,20,000 മൊത്തം പുണ്യം മേടിച്ച് തിന്നുവര്. അതുകൊണ്ട് അവർ പറയാം, അവരൊരു എന്തൊക്കെ പറഞ്ഞു വരും. അപ്പൊ ഞാൻ സംഭവം എന്ന് വെച്ചാൽ അപ്പൊ ഇങ്ങനെ വണ്ടി ഓക്കെ ആവുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി ഇപ്പൊ വേറെ ചിലവർ ചോദിക്കും, നീ ഈ വണ്ടിയായിട്ട് എന്തെങ്കിലും ഒന്ന് മര്യാദക്ക് ഓടിച്ചു പോയിട്ടുണ്ടോ ചോദിക്കും. സംഭവം ശരിയായിരിക്കും. അപ്പൊ ഈ സത്യം പറഞ്ഞ ഞാൻ വീഡിയോ ഇടാൻ കാരണം ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എനിക്ക് എന്റെ ജോലി ഇഷ്ടമല്ല.
അപ്പോൾ എനിക്കും അവരവിടെ മുഖത്ത് പറയുമ്പോൾ എനിക്ക് ഒരു വിഷമമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പ്രായങ്ങൾ കാണാൻ എങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്ത് അവർ അറിയണം, മനസ്സിലാവും, അറിഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കേണ്ടിരിക്കുക. അപ്പോൾ ചെറിയൊരു സ്റ്റോറിയാണ്, ചിലപ്പോൾ ലെങ്ത്ത് കുറച്ച് കൂടുതലുണ്ടാവും, ഒരു 10 മിനിറ്റ് മുകളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവരും ഷോർട്ട് ബാക്ക് പറയാൻ പറഞ്ഞു നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ വീഡിയോസിന് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ വണ്ടിയുടെ വീഡിയോ കുറച്ച് എടുക്കാനൊക്കെ ഉണ്ട്, സത്യം പറഞ്ഞാൽ തിരക്കുകയായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഡെയിലി ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവരും ഷോർട്ട് ബാക്ക്.